സെന്റ് മേരീസ് സ്കൂളിലെ കുട്ടികളെല്ലാവരും കൂടെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന മിനി ദിശ എക്സ്പോ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഞങ്ങള് 26 ആൺകുട്ടികളാണുള്ളത്. അപ്പൊ ഇത്രയും കുട്ടികളായിട്ട് ഞങ്ങള് മിനി ദിശ എക്സ്പോയ്ക്ക് പോവുകയാണ്. മഴ പറയുന്നു. എന്താ പറയാനുള്ളേ? നമ്മളെല്ലാവരുടെ KSRTC-യിലാണ് ഇവിടെ പോകുന്നത്. ചെങ്ങന്നൂർ വണ്ടിയിൽ പോവാ. ചെങ്ങന്നൂർ വണ്ടിയിൽ നമ്മൾ ബോയ്സിൽ പോവുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങളുടെ കരിയർ ഞങ്ങൾ മാറ്റും. എന്റെ കരിയർ ഓൾറെഡി മാറിയതാ. നീ മാറ്റാൻ തയ്യാറൊന്നും ഇല്ല. പാസ്റ്ററോളജി പഠിക്കാൻ പോകണം. ഞങ്ങൾ പോകുന്ന ബസ്സിൽ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. യാത്രക്കാർക്കൊന്നും ഒരു ശല്യമില്ല. അതുകൊണ്ട് ഞങ്ങളൊരു പാട്ടൊക്കെ പാടിയാണ് പോയത്. മറ്റ് യാത്രക്കാരൊന്നും ഞങ്ങൾ ശല്യപ്പെടുത്തിയില്ല. ആരുമില്ല. ഞങ്ങൾ തന്നെയാണ് ബസ്സിനകത്ത് മുഴുവൻ ഇപ്പോൾ. പബ്ലിക് KSRTC വാടകയ്ക്ക് എടുത്തു ഗായ്സ്. അടുത്ത ആഴ്ച പോകുന്ന ടൂറിന് ഇത്രയും നേരം ഞങ്ങളെ സഹായിച്ച KSRTC-ക്കും യാത്രക്കാർക്കും നന്ദി. ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് മിനി ദിശ പരിപാടിക്ക്. ഞങ്ങൾ ഇനി അങ്ങോട്ട് കയറാൻ പോവാണ്. ലീഡർ സാർ എല്ലാത്തിനും നേതൃത്വം നൽകുന്നു. ലീഡർ സാർ ഫ്രണ്ട് ആയിരിക്കും. +1 ആദ്യം പോവും, +2 രണ്ടാമത് പോവും. ശക്തമായ മഴയാണ്. അപ്പോൾ മഴയാണ് ഞങ്ങളെല്ലാം ഈ സൈഡിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് ബോയ്സ് സ്കൂള്. ഏകദേശം 5000-ഓളം കുട്ടികളാണ് ഈ മിനി ദിശ പരിപാടികൾ കാണാൻ വന്നിരിക്കുന്നത്. കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറിൻ്റെയും കേരള വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിൻ്റെയും ഒക്കെ പ്രത്യേക ശ്രദ്ധയാൽ മിനി ദിശ പ്രോഗ്രാം നമ്മുടെ +2 വിദ്യാർത്ഥികൾക്ക് +2വിന് ശേഷം എന്തൊക്കെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാം, അവരുടെ ഭാവി എങ്ങനെയൊക്കെ ശോഭനമാക്കാം, ഇതൊക്കെ മുൻനിർത്തിയാണ് മിനി ദിശ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ശേഷം ദിശ എന്നൊരു സംസ്ഥാനതല പ്രോഗ്രാമും നടക്കുന്നുണ്ട്. അച്ഛൻ്റെ കുട്ടികളെ കൊണ്ട് വരികയാണ്. NSSൻ്റെ ന്യൂക്കാർ വീട് വെച്ച് കൊടുത്ത രഞ്ജു അച്ഛനാണ് കുട്ടികളെയും കൊണ്ട് കടന്നു വരുന്നത്. അപ്പോൾ അച്ഛൻ എല്ലാവിധ സ്വാഗതം. നമ്മുടെ സെൻറ്റ് തോമസിലെ NSSൻ്റെ ലീഡറാണ് സ്റ്റെഫിൻ. അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ ലീഡറും സ്റ്റെഫിനും ഒക്കെ ഫ്രണ്ട്സാണ്. ഞങ്ങളുടെ പ്രിൻസിപ്പളോടുണ്ട്. പ്രിൻസിപ്പൾ എത്തിയിട്ടുണ്ട്. സ്കൂളിൽ നമ്മുടെ ണ്ട് ജോൺ സാറോടുണ്ട്. ജോൺ സാർ നിൽപ്പുണ്ട്. അപ്പോൾ ആദ്യത്തെ ഹോളിലോട് കയറി ഓറിയൻറ്റേഷനാണ് എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ അതായിരിക്കത്തില്ല, എന്തോ എക്സ്പോ ആണ്. ഇവിടെ നടക്കുന്ന ദിശ എക്സ്പോയിൽ ഓരോ റൂമിലും കാണാനുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കുകയാണ് ഇതിൻ്റെ ഒരു നേതൃത്വ നിരയുള്ള ടീച്ചർ. നമ്മുടെ കേരള സർക്കാരും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻറ്റ് കൗൺസിലിംഗും കൂടെ ചേർന്ന് നടത്തുന്നതാണ് ദിശ എക്സ്പോ. ഇത് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ കേരളീയ സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം പ്രയോജനകരമാണ്. ദിശാബോധം നൽകുക തന്നെയാണ് ചെയ്യുന്നത്. +2 കഴിഞ്ഞിട്ട് എന്തൊക്കെ കോഴ്സിന് പോകണം, +2 കഴിഞ്ഞ് ഓരോരുത്തർക്കും അവരവരുടെ അഭിരുചിക്കനുസരിച്ച് എന്തൊക്കെ കോഴ്സുകൾക്ക് ചേരാം. നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം പ്രയോജനകരമാണ്. 14 ജില്ലകളിൽ നടത്തുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. നമ്മുടെ 2 വിദ്യാർത്ഥികൾ ഇതൊക്കെ കണ്ട് കേട്ട് പഠിക്കുകയാണ്. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. ഫുഡ് ക്രാഫ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരാളെയൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റീവായിട്ട് ഗവൺമെൻറ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ പറയുന്ന കാര്യമില്ല. ഇത് പഠിച്ചിട്ട് അത് പഠിക്കുന്നതല്ലേ. ടീച്ചർ ഇവിടെ ഉണ്ട്. ടീച്ചർ കുട്ടികളെയൊക്കെ നന്നായിട്ട് നോക്കുകയാണ്. ഞങ്ങളുടെ കുട്ടികൾ അടുത്ത സ്റ്റോളിലേക്ക് പോവാം. ഇതായിരുന്നു ഇപ്പോഴത്തെ സ്റ്റോൾ. ഇത് ഞങ്ങളുടെ അനിമസിഷൻ നെവൻ വേറൊരു സ്റ്റോളാണ്. ഇവിടെ എന്താണെന്നറിയോ അഭിനവേ, സൈബർ ഫോറൻസിക്കിനെ കുറിച്ചാണ്. അപ്പം അങ്ങനെയുള്ള കോഴ്സുകളാണ് ഇത് അപ്ലൈഡ് സയൻസ്, സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസ്, MG യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരു കോളേജാണിത്. BCA ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കോഴ്സുകളെ കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ നോക്കി പഠിക്കുക. എല്ലാം അഭിഹിതം നന്നായിട്ട് പഠിക്കുക. SMBSഉം കാര്യങ്ങളൊക്കെ ചെയ്യും. സഞ്ജീവനാണെങ്കിൽ അത് നന്നായിട്ട് നോക്കുന്നു. വേറെ സ്കിൽ
നമ്മുടെ ജില്ലയിൽ 13 സെന്ററുകളുണ്ട്. അടൂർ വടക്കടത്തുകാവ് സ്കൂളിലുണ്ട്, പന്തളം തോട്ടക്കോണം സ്കൂളിലുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ല, ഒരു സ്കില്ല്, കുട്ടികളെ ഒരു സ്കില്ല് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ്. തോട്ടക്കോണം ഹയർ സെക്കൻഡറി ഓമല്ലൂർ സ്കൂളിലുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു കോഴ്സ് പിന്നെ 400 മണിക്കൂർ ശനി ഞായറും മാത്രം ഫ്രീ ആയിട്ട്. അതായത് ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ റിപ്പയറിംഗൊക്കെ വെളിയിൽ പഠിക്കണമെങ്കിൽ 2 ലക്ഷം രൂപയൊക്കെ ആവും. അത് കലഞ്ഞൂരൊക്കെ ഫ്രീ ആയിട്ട് പഠിക്കാം. വടക്കടത്താവിലും ഉണ്ടല്ലോ. വടക്കടത്തെ ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ കോഴ്സും ഹൈഡ്രോപോണിക്സ് ടെക്നീഷ്യൻ. പിന്നെ ടീച്ചർ പറയുന്നത് കേട്ടെ, ടീച്ചർ പറയുന്നത് കേട്ടെ. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു നയമാണ് കുട്ടികളെ പഠിച്ചിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു സ്കില്ലും കൂടെ പഠിക്കണമെന്ന്. സാധാരണ നമ്മുടെ 20 വയസ്സ് 25 വയസ്സൊക്കെ ആവുമ്പോഴാണ് ജോലിയെ കുറിച്ച് അറിയുന്നത്. ഫ്രീ ആവശ്യം മൊബൈൽ എന്തുവാ സെൻസ് ചെയ്തിട്ടില്ലേ? ഇത് ഓർഡറിന് ആ ബോർഡ് വെച്ചുണ്ടാക്കുന്നതാണോ? അഡിനോ ബോർഡ് വെച്ചുണ്ടാക്കുന്നത്. സ്കൂളിലെ പരിശീലനം വെച്ചുണ്ടാക്കിയതാ. ഇത് എന്തോ ഓട്ടോമാറ്റിക് ഗേറ്റ് ഓപ്പൺ. ഓക്കെ ഓക്കെ. ഇത് മറ്റേ വവ്വാലിന്റെ സെൻസ് ആയിട്ട്. വവ്വാലോ? കണ്ണു കിടക്കും. ഇത്രയും ഡിസ്റ്റൻസ് വരും. പിന്നെ ഇത് മനസ്സിലായി. പരിപാടി ലൈൻ ഫോളോ ചെയ്തു. യൂണിവേഴ്സ് മാറി വന്ന കുട്ടികളാണ് ഇവരെല്ലാവരും. ഈ യൂണിവേഴ്സ് ജീവിക്കേണ്ടവരെയല്ല. എല്ലാം കണ്ടോ? ജീവിതമായോ? ഇത് വിടും. കരിയർ ഗൈഡൻസ് എല്ലാം ഓക്കെ ആയോ? എല്ലാം നിങ്ങൾക്കൊരു ജീവിതമായോ? എല്ലാം കണ്ട് ഞങ്ങൾ ബാക്കി കുട്ടികളെ കാണിച്ചിട്ട് വരട്ടെ. ഈ ടീച്ചർമാരെന്തോ നോക്കുന്നേ? കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന പരിപാടിയാണ്. എഞ്ചിനീയറിംഗ് കോളേജ് പത്തനാപുരത്തിന് എന്തോ പരിപാടിയാണ്. എന്തോ കറങ്ങുന്നുണ്ട്. ഋഷി എന്തോ ചെയ്യുന്നത് ഷോക്ക് അടിക്കുവാണോ? ഋഷി മുട്ടിക്കാതെ ഓടിക്കുമോ ഈ പരിപാടി? അഗസ്റ്റിന് എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇതെല്ലാം കൊള്ളാം. എഞ്ചിനൊക്കെ ആണെന്ന് തോന്നുന്നു. എഞ്ചിനൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. പരിപാടി കൊള്ളാം. ഓൾട്ടോഡ് എഞ്ചിനാണ്. ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. നമ്മൾ പെട്രോൾ ഫയർ ചെയ്യുമ്പോൾ തൂക്കുപാലമാണ്. തൂക്കുപാലം അങ്ങനൊരു മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നൊരു തൂക്കുപാലം. അപ്പം അമർനാഥ് എന്തോ ചെയ്യുന്നത്? അമർനാഥ് എന്തോ ഇവിടെ ചെയ്യുന്നത്? അമർനാഥ് കാർ ഓടിച്ച് കളിക്കുക. അതിന് കാർ ഓടിക്കാനൊക്കെ ഇഷ്ടം. ഓണം വളരെ ശ്രദ്ധയോടെ മുട്ടിക്കാതെ ഓടിക്കുക. വളരെ ശ്രദ്ധയോടെ കുട്ടികളെ സൗണ്ട് കൊടുക്കും. ഷോൺ വിജയിക്കുമോ ഈ പരിപാടിയിൽ? ഷോൺ വിജയിക്കുമെന്ന് തോന്നുന്നു. ഏകദേശം അവസാന ഭാഗത്തെത്തി. ലക്ഷം തെറ്റിക്കെല്ലാവരും. ഷോൺ വിജയിച്ചു. 1 പവൻ സ്വർണ്ണ സമ്മാനം. സാറ്റിസ്ഫാക്ഷൻ, അതാണ് സമ്മാനം. ഷോൺ ഒരു ഞങ്ങളുടെ പെരുങ്ങാട് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ. അതെ, പ്രിൻസിപ്പൽ. ഞാൻ പറഞ്ഞ പേരിട്ട് കണ്ടിട്ട് എല്ലാവരും എന്തോ എക്സാമിനെ കുറിച്ചൊക്കെയുള്ള പരിപാടിയാണ്. പിള്ളേരൊക്കെ ഇപ്പുണ്ട്. സ്റ്റഡി എബ്രോഡ്, പുറത്തു പോയി പഠിക്കാം. പരിപാടി കേട്ടോ. പുറത്തു പോയി പഠിക്കാം. ജപ്പാനിൽ കാണും, എവിടെയും കാണും. ആർമിയുടെ, നേവിയുടെ, എയർഫോഴ്സിൻ്റെ ഒക്കെ ഒരു സ്റ്റോർ. ഹിന്ദിയിൽ ചോദിക്കാം. ഷൈജു സാറ് ഇതിൻ്റെ കോർഡിനേറ്ററാണ്. സാർ അവിടെ നിൽപ്പുണ്ട്. സാർ എന്തൊക്കെയോ ചെയ്യുവാണ്. അപ്പോൾ സാറിനെ ഞങ്ങളൊരു ഫോട്ടോ എടുക്കുകയാണ്. സാറേ, എന്തോ പരിപാടി? ക്ലാസ് ആയിട്ട് നടക്കാൻ പോവാം.
ഓ പ്രസൻറ്റേഷൻ നമ്മുടെ ക്രിസ്റ്റീന അവിടെ ഇരിപ്പുണ്ട്. സാറേ എന്തോ പരിപാടി? സ്റ്റുഡൻസിൻ്റെ പേപ്പർ പ്രസൻറ്റേഷൻ. ആ ക്രിസ്റ്റീന അതിന് വന്നായിരുന്നു, കമ്പ്യൂട്ടറൊക്കെ എടുക്കാൻ വന്നായിരുന്നു. ഹലോ മാഡം, ഇവിടുത്തെ ടീച്ചറാണോ? ഈ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. എന്താണ് പരിപാടി? പേപ്പർ പ്രസൻറ്റേഷൻ. അതിനാ ക്രിസ്റ്റീന. ഓക്കെ ടീച്ചറിൻ്റെ സ്കൂളിലോട്ടും വരാറില്ലേ? സാറെ കണ്ടതിൻ്റെ സ്പിരിറ്റിൽ അഭിനവ് ഇതൊക്കെ കാണുക കേട്ടോ. കാന്താരുടെ സ്പിരിറ്റാണ് അഭിനവ് വിഷയം. ഇത് ദേവൂട്ടിയുണ്ട് കേട്ടോ. ദേവൂട്ടിയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ സ്പിരിറ്റിനകത്ത് പോകുന്നത് ഇറങ്ങത്തില്ല. ഇതെന്ത് പരിപാടി ഇവിടെ? സഹ്യാദ്രി നേച്ചർ ഫോട്ടോഗ്രാഫി. ഫോണിയുടെ എന്തോ ഒരു ക്യാമറയാണ്. മികച്ച ചിത്രങ്ങളാണ് വെള്ളമൊക്കെ. ഓരോ പരിപാടികളൊക്കെയാണ്. എന്തോ ഇത് എഞ്ചിനീയറിംഗ് കോളേജ് ആറന്മുള. അത് കേപ്പിൻ്റെ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ നിങ്ങളുടെ മുഖത്തെ സെൻസ് കണ്ടിട്ടായിരിക്കും. ദേവൂട്ടി എന്തോ ഞങ്ങളുടെ ജോനാഥനൊക്കെയാണ് ഇന്ന് കരിയറായിട്ടേ പോകത്തുള്ളൂ. സൂരജൊക്കെ ഇന്ന് കരിയറായിട്ടേ പോകത്തുള്ളൂ. അഭിനവന് കരിയറായി. നോക്കുമ്പോൾ കനാല് കണ്ടിട്ടില്ലേ? നെതർലാൻഡ്സിലുള്ള പാലത്തിൻ്റെ മാതൃകയാണ്. താഴെ കൂടെ റോഡ്, മുകളിൽ കൂടെ നമ്മൾ യൂട്യൂബിൽ കണ്ടുണ്ട് ഈ വീഡിയോ. ഇതാണ് സംഭവം. മുകളിൽ കൂടെ വെള്ളം പോകും, താഴെ കൂടെ പാലം. സാധാരണ പാലം മുകളിലൂടെ വെള്ളം താഴേക്ക് കൊടുക്കും. ഇത് തിരിച്ചാണ്. ഇവിടെ ഫേസിൽ സന്തോഷമാണോ സങ്കടമാണോ നോക്കുവാണേ. നോക്കാം നമുക്ക് എന്തോ കാണിക്കുന്നത്. ഹാപ്പിയാണ്, ഹാപ്പി ഫേസ്. ഇപ്പോൾ ഇവിടെ ഇവർ മുട്ടിക്കാന്നുള്ള പരിപാടി, ഷോൺ വിജയിച്ച പരിപാടി ഇവരും ചെയ്യുന്നുണ്ട്. ടൈമർ അതിങ്ങനെ എൽ ഫോറസ്റ്റ് വെച്ചിട്ട് ആ ഓരോ പിന്നും അങ്ങ് അറ്റത്ത് ഹോളിട്ട് ഇവിടെ വരെ ഫില്ല് ചെയ്യണം. പരിപാടിയാണ്. നമ്മുടെ ഫൈൻ മോട്ടോർ മസിൽസ് നമ്മൾ എന്തെങ്കിലും എടുക്കാനോ ടൈപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഫൈൻ മോട്ടോർ മസിൽസ്. നമ്മുടെ ഫിംഗേഴ്സിൻ്റെ മുകളിലൊക്കെ ഉള്ളത് മസിൽസ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിങ് മസിൽസ്. ആ പിടിക്കുന്ന സാധനം വെച്ചിട്ട് ഓരോ പിന്നിനും എടുത്ത് ആ കുഴിക്കകത്ത് വെക്കണം. ഫസ്റ്റ് കിട്ടിയ ഫസ്റ്റ് പ്രൈസ്. ഫയർ ആൻഡ് സേഫ്റ്റിയിൽ എന്തൊക്കെയോ ഉണ്ട്. അവരുടെ വീഡിയോ ഉണ്ട്. അതൊക്കെ കണ്ട് അതൊക്കെ വരാം. അവരുടെ എന്തോ ഷൂട്ടൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെ പരിപാടി കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും വീട്ടിൽ പോവാം, അല്ല സ്കൂളിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞങ്ങൾ കഴിഞ്ഞു. ഗ്യാസ് കയറുന്നു. അനീഷ മോൾ ബസ്സേ കയറിയേക്കുവാണ്. വിശക്കുന്നു, ഇനി വയ്യ. വിശക്കുന്നോണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ നടന്നു വിശക്കുന്നു. എത്രയും പേർ കൂടെ പൈസ. അങ്ങനെ ഞങ്ങൾ മിനി ദിശ എക്സ്പോ കഴിഞ്ഞ് തിരികെ പോവുകയാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് മികച്ചൊരു അനുഭവമായിരുന്നു മിനി ദിശ എക്സ്പോ. എല്ലാവർക്കും നന്ദി. അമ്പലത്തോട് തിരിച്ചെടുത്ത് പറയോ നിനക്കേറ്റവും ഇഷ്ടം പക്ഷേ പകൽ പോലെ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ എല്ലാവരും പോവാണ്. സൈനിങ് ഓഫ്. ബൈ ബൈ. ബൈ ബൈ, സീ യു.